നമ്മുടെ ഒരു കളർഫുൾ ദിവാലി ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗീതുവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഒരു കുട്ടി ദിവാലി സെലിബ്രേഷൻ. ഓണം, വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, ക്രിസ്മസ്, ദിവാലി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ആഘോഷങ്ങളും നമ്മളിവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഒന്നാലോചിക്കുകയാണെങ്കിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഇങ്ങനത്തെ ആഘോഷങ്ങൾ കൂടിയത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ്. പിന്നെ ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഓരോ ആഘോഷങ്ങളല്ലേ നമ്മുടെ ലൈഫിന്റെ ഒക്കെ ഒരു കളർ. അത് പറഞ്ഞപ്പോഴാണ് ഇത്തവണത്തെ നമ്മുടെ ദിവാലി നല്ല കളർഫുൾ പാർട്ടി ആയിരുന്നു. എല്ലാരും നല്ല കളർഫുൾ സൽവാർ സ്യൂട്ടും കുർത്തിയൊക്കെ ഇട്ട് വന്ന് സുന്ദരി സുന്ദരന്മാരായിരുന്നു. പിന്നെ കുറച്ച് കേരളം വിട്ട രീതിയിലുള്ള സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു ഗീതു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കബാബും പാനിപൂരിയും സമൂസയും ചാട്ടും അങ്ങനത്തെ കുറച്ച് സംഗതികൾ. ഒരു രഹസ്യം പറയട്ടെ, ആരോടും പറയണ്ട. ഈ കബാബും ചാട്ടും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. ഹിന്ദിയുടെ ABCD പോലും എനിക്കറിയില്ല. പക്ഷെ പാനിപൂരി കൊള്ളായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് നല്ലൊരു സമയമായിരുന്നു കേട്ടോ ഇത്. ജീവിതത്തിൽ ബന്ധങ്ങൾക്കുപരി ആളുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്നൊരു അഭിപ്രായം എനിക്ക് വന്നത് ഇവരെയൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ്. നമ്മളെല്ലാവരും തന്നെ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. അത് പലരെയൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് നമ്മൾ പോലും അറിയാതെ എല്ലാവരും ഒരു ഫാമിലിയായി. ഇപ്പം നമ്മുടെ വീട്ടുകാരെയൊക്കെ പോലെ തന്നെ കുറച്ചു കാലത്തിൽ കൂടുതൽ ഇവരൊന്നും കണ്ടില്ലെങ്കിൽ മനസ്സിന്റെ ഏതോ കോണിൽ ചെറിയൊരു വിങ്ങലാണ്. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി, പാട്ടൊക്കെ പാടി, വർത്താനം പറഞ്ഞ്, ബാക്കിയുള്ള സമയം കുറച്ച് ഡാൻസും കളിച്ച് നമ്മുടെ ദിവാലി സെലിബ്രേഷൻ പൊടി പൊടിച്ചു. ഭക്ഷണത്തിന് എപ്പോഴും രുചി കൂട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം ഒന്ന് കഴിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അത് കഴിഞ്ഞൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ 2025 ദിവാലി സെലിബ്രേഷൻ ഒന്ന് എടുത്തു നോക്കണം എന്ന് തോന്നിയാലോ?